ഹലോ ഗൈസ്, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ബർഡൻ ഓഫ് പ്രൂഫിലെ സെക്ഷൻ 116 മുതൽ 120 വരെയുള്ള BSc സെക്ഷൻസും കുറച്ച് കേസ് ലോസുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം സെക്ഷൻ 116 എന്താ പറയുന്നത് നോക്കാം. ഇതിൽ പറയുന്നത് പ്രിസംപ്ഷൻ ഓഫ് ലെജിറ്റിമസി ഓഫ് എ ചൈൽഡ് ബോൺ ഡ്യൂറിങ് എ മാരേജ്. ഒരു വാലിഡ് മാരേജ് നിലനിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യുന്ന സമയത്തോ ഉണ്ടാകുന്ന കുട്ടിയുടെ ലെജിറ്റിമസിനെ കുറിച്ചാണ് ഈ സെക്ഷൻ 116 പറയുന്നത്. അതായത് ഒരു കുട്ടി ഒരു വാലിഡ് മാരേജ് നിലനിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് എൻഡ് ചെയ്തിട്ട് 280 ദിവസത്തിനകമോ കുട്ടി ഉണ്ടാവുകയാണ്. മാത്രമല്ല, അമ്മയാണെങ്കിൽ വേറൊരാളെ റീമാരി ചെയ്തിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ആ കുട്ടീനെ ലെജിറ്റിമേറ്റ് ചൈൽഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു കേസിൽ ഹസ്ബൻഡിന് ഇത് ലെജിറ്റിമേറ്റ് ചൈൽഡ് അല്ല എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് അവിടെ ഒരു കാര്യം പ്രൂവ് ചെയ്യണം. അതായത് ഈ രണ്ട് പാർട്ടികളുടെ ഇടയിൽ, അതായത് ഹസ്ബൻഡും വൈഫും തമ്മിൽ അവർക്ക് യാതൊരുവിധ ആ ഒരു കാലയളവിൽ അവർക്ക് യാതൊരുവിധ ആക്സസും ഇല്ല. അതായത് അവർ തമ്മിൽ കണ്ടുമുട്ടാനോ അങ്ങനെ യാതൊരുവിധ ആക്സസും ഇല്ലായെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമാണ് അവിടെ ലെജിറ്റിമസിയിൽ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കോർട്ടിന് ആ കുട്ടിയുടെ ലെജിറ്റിമസി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. മാരേജ് ഡിസോൾവ് ആയിട്ട് 280 ഡേയ്സ് കഴിഞ്ഞിട്ട് ഉണ്ടായ കുട്ടിയുടെ ലെജിറ്റിമസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്ത കേസാണ് തിമുക്ക വേഴ്സസ് രംഗപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നിലെയും കണ്ടിന്യൂവൻസ് ഓഫ് എ വാലിഡ് മാരേജ് ആയിരിക്കണം, അല്ലെങ്കിൽ 280 ഡേയ്സ് ആഫ്റ്റർ ഡിസൊല്യൂഷൻ ആവാം, ഏത് ബൈ ഡെത്ത് ആവാം അല്ലെങ്കിൽ ഡിവോഴ്സ് ആവാം, പിന്നെ മദർ റീമാരി ചെയ്തിട്ടുണ്ടാവരുത്. ഓക്കെ, ഇനി സെക്ഷൻ 117 പറയുന്നത് പ്രിസംപ്ഷൻ ആസ് ടു അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് ബൈ എ മാരിഡ് വുമൻ. അതായത് ഇഫ് എ വുമൻ കമ്മിറ്റ് സൂയിസൈഡ് വിത്തിൻ 7 years of marriage and she was subjected to cruelty by her husband and his relatives, the law allows a presumption that the suicide is abetted by her in-laws. അതായത് ഇപ്പോൾ ഒരു വുമൻ കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിൻ്റെ ഉള്ളിൽ സൂയിസൈഡ് ചെയ്യണം. അതായത് ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെയോ കയ്യിൽ നിന്നുള്ള ക്രുവൽറ്റി കാരണം 7 വർഷത്തിനുള്ളിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോ പ്രിസ്യൂം ചെയ്യുന്നത് ഈ പറയുന്ന സൂയിസൈഡിന് കാരണം ഹസ്ബൻഡോ അല്ലെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സോ ആണെന്നാണ്. അപ്പോൾ അവിടെ ഒരു സൂയിസൈഡിന് പ്രേരണ ഉണ്ടെന്ന് പ്രിസ്യൂം ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. അതിൽ ഫസ്റ്റേന്ന് പറയുന്നത് അതൊരു സൂയിസൈഡ് ആയിരിക്കണം, കൊലപാതകമായിരിക്കരുത്. രണ്ടാമത്തേന്ന് പറയുന്നത് അവിടുത്തെ മെയിൻ ക്വസ്റ്റ്യൻ ഇഷ്യൂ എന്ന് പറയുന്നത് ആ സൂയിസൈഡ് അബറ്റ് ചെയ്തത് ഹസ്ബൻഡാണോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് ആണോ എന്നുള്ളതായിരിക്കണം. മൂന്നാമത്തേതെന്ന് പറയുന്നത് ആ സൂയിസൈഡ് നടന്നിരിക്കേണ്ടത് കല്യാണം കഴിഞ്ഞിട്ടുള്ള 7 വർഷത്തിനുള്ളിലായിരിക്കണം. മാത്രമല്ല ആ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പായിട്ട്, ആ ഒരു 7 വർഷത്തിനുള്ളിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പീഡനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാസ്മെൻറ്റോ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. ലാസ്റ്റത്തേന്ന് പറയുന്നത് വേറെ കുറച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഈ പറഞ്ഞ കുട്ടിയുടെ മെൻ്റൽ കണ്ടീഷൻ എങ്ങനെയായിരുന്നു അതൊക്കെയാണ് പിന്നീട് നോക്കുന്നത്. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കേസിലാണ് ഗുരുബച്ചൻ സിംഗ് വേഴ്സസ് സത്പാൽ സിംഗ് എന്നുള്ളത്. ഇതിൽ ഗുരുബച്ചൻ സിംഗിൻ്റെ മകളെ കല്യാണം കഴിച്ചത് സത്പാൽ സിംഗ് ആണ് ഇൻ 1982. എന്നിട്ട് ആ കുട്ടി മേത്ത് പൊള്ളലേറ്റ് 1983 ആയപ്പോൾ മരിക്കാനുണ്ടായത്. പിന്നീട് കോടതി ഇതെല്ലാം നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി ഇതിന് മുന്നേ ഈ കുട്ടിക്ക് ഫാദർ ഇൻ ലോയുടെ കയ്യിൽ നിന്നും അതേപോലെ തന്നെ ഹസ്ബൻഡായിട്ടുള്ള സത്പാൽ സിംഗിൻ്റെ കയ്യിൽ നിന്നും ഓരോ ക്രുവൽറ്റി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടി സൂയിസൈഡ് ചെയ്യാനുണ്ടായത്. അങ്ങനെ ഫാദർ ഇൻ ലോയിനെ സത്പാൽ സിംഗിനെ അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡിന് ചാർജ് ചെയ്യാനുണ്ടായത്. അടുത്തത് നമ്മൾ നോക്കുന്നത് സെക്ഷൻ 118 ആണ്, പ്രിസംപ്ഷൻ ആസ് ടു ഡൗറി ഡെത്ത്. വെൻ ദ ക്വസ്റ്റ്യൻ ഇസ് വെദർ എ പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ദ ഡൗറി ഡെത്ത് ഓഫ് എ വുമൻ ആൻഡ് ഇറ്റ് ഷോസ് ദാറ്റ് സൂൺ ബിഫോർ ഹർ ഡെത്ത് such woman had been subjected by such person to cruelty or harassment for or in connection with any demand for dowry, the court shall presume that such person has caused the dowry death. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യണം, വെദർ എ പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ഡൗറി ഡെത്ത് ഓഫ് എ വുമൻ. അതായത് ഒരു പെൺകുട്ടീനെ ഡൗറി ആവശ്യപ്പെട്ടുകൊണ്ട് കൊന്നിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം കോടതി നോക്കുന്നത് ആ കുട്ടി ആ പേഴ്സൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നോ എന്തെങ്കിലും ക്രുവൽറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാസ്മെൻറ്റോ അനുഭവിക്കേണ്ട വന്നിട്ടുണ്ടോ എന്നാണ്. ഇനി സെക്ഷൻ 118 അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആ വുമൺ മരിച്ചത് എന്തെങ്കിലും ബേൺ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡിലി ഇഞ്ചുറി മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികമായ കാരണങ്ങൾ കൊണ്ടാണോ എന്ന് ചെക്ക് ചെയ്യും. രണ്ടെന്ന് പറയുന്നത്
മരിക്കുന്നത് ആ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള 7 വർഷത്തിനുള്ളിലാണോ എന്ന് നോക്കും. മൂന്നാമത്തേത്, ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ പെൺകുട്ടി എന്തെങ്കിലും പീഡനമോ അല്ലെങ്കിൽ ക്രുവൽറ്റിയോ അവരുടെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കേസിലാണ് ബൂര സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ആ പെൺകുട്ടി മരിച്ചത് മാട്രിമോണിയൽ ഹൗസിൽ വെച്ചിട്ട് അവരുടെ ഇൻലോസ് തീയിട്ട് കൊല്ലുകയാണ് ഉണ്ടായത്. ആ കുട്ടി മരിക്കുന്നതിന് മുമ്പായിട്ട് തൻ്റെ അച്ഛന് അവിടെ നടക്കുന്ന ഹറാസ്മെൻറ്റും ആ കുട്ടി അനുഭവിക്കുന്ന ക്രുവൽറ്റിയും അതേപോലെ അവർ ഡൗറി ഡിമാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ലെറ്റർ എഴുതിയിരുന്നു. അതാണ് ഇവിടെ എവിഡൻസ് ആയിട്ട് എടുത്തത്. അപ്പോൾ കോടതി ഈ കണ്ടീഷൻസൊക്കെ മേളിൽ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അങ്ങനെയാണ് ഇതൊരു ഡൗറി ഡെത്ത് ആണെന്നുള്ളൊരു പ്രിസംഷനിലേക്ക് എത്തിയത്. ഇങ്ങനെയുള്ള കേസിലൊക്കെ ബർഡൻ ഓഫ് പ്രൂഫ് ആ പറയുന്ന പ്രതിയുടെ ഭാഗത്തായിരിക്കും. അപ്പോൾ താൻ നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആ പ്രതിയുടെ ഉത്തരവാദിത്തമായിരിക്കും. അടുത്തത് സെക്ഷൻ 119 ആണ്. കോർട്ട് മേ പ്രിസ്യൂം എക്സിസ്റ്റൻസ് ഓഫ് സർട്ടൻ ഫാക്ട്. അതായത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ കോമൺ സെൻസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതങ്ങനെ നടന്നിട്ടുണ്ടാവുമെന്ന് പ്രിസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ കോടതിക്കും ഇതേപോലെ ചില ഫാക്റ്റുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടെന്ന് പ്രിസ്യൂം ചെയ്യാനുള്ള പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആകാൻ നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. അതായത് ഇപ്പോൾ ഒരു മോഷണ വസ്തു അത് ഒരാളുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ അയാൾ കള്ളനാണെന്ന് പ്രിസ്യൂം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് മോഷണ വസ്തു ആണെന്ന് അറിഞ്ഞിട്ടും അത് സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് പ്രിസ്യൂം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അയാൾക്കത് പൊസഷനിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ കോടതിക്ക് അങ്ങനെ, അതായത് നമ്മുടെ അങ്ങനെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ഇങ്ങനെ ഈ 2 സിറ്റുവേഷൻസ് ആയിരിക്കാമെന്ന് പ്രിസ്യൂം ചെയ്യാനുള്ള പവറുണ്ട്. അടുത്തത് നമ്മുടെ ബർഡൻ ഓഫ് പ്രൂഫിൽ തന്നെ ലാസ്റ്റത്തെ സെക്ഷനാണ് സെക്ഷൻ 120, പ്രിസംഷൻ ആസ് ടു ആബ്സെൻസ് ഓഫ് കൺസെൻറ്റ് ഇൻ സർട്ടൻ പ്രോസിക്യൂഷൻ ഫോർ റേപ്പ്. സെക്ഷൻ 120 എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BNSലെ സെക്ഷൻ 64 സബ്സെക്ഷൻ 2 പ്രകാരം അവിടെ അക്യൂസുമായിട്ട് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നിരുന്നു എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ഉന്നയിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നത് വുമൻ്റെ കൺസെൻറ്റോട് കൂടിയായിരുന്നു എന്നാണ്. അവിടെ വുമൺ പറയുകയാണ് താൻ കൺസെൻറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ കോടതി ആ കൺസെൻറ്റ് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പ്രിസ്യൂം ചെയ്യുക. കാരണം ഒരു റേപ്പിൻ്റെ കേസിൽ ഒരിക്കലും ഡയറക്റ്റ് എവിഡൻസ് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ വിക്ടിം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ മെറ്റീരിയൽ എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രിസംഷൻ റേസ് ചെയ്യണമെങ്കിൽ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ആദ്യത്തേന്ന് പറയുന്നത് അക്യൂസ്ഡും വിക്ടിമും തമ്മിലുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് പ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. 2 എന്ന് പറയുന്നത് കോടതിയുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ വുമൺ കൺസെൻറ്റ് കൊടുത്തിരുന്നോ ഇല്ലയോ എന്നായിരിക്കണം. 3-ാമത്തേതെന്ന് പറയുന്നത് ആ വിക്ടിം കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ടാവരുത്. സെക്ഷൻ 120 ബന്ധപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് കേസാണ് തുക്കാരം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്നുള്ളത്. ഇതിൻ്റെ വേറൊരു പേരാണ് മധുര റേപ്പ് കേസ് എന്ന് പറയുന്നത്. ഇതിൽ മധുര എന്ന പേരുള്ള ഒരു മൈനറായിട്ടുള്ളൊരു പെൺകുട്ടി ഒരു പരാതിയായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് ഉണ്ടായത്. എന്നിട്ട് രാത്രിയായപ്പോഴത്തേക്കും 2 പോലീസുകാർ, അതായത് ഗ്യാൻഭട്ട് എന്ന് പേരുള്ള ഒരു പോലീസുകാരനും തുക്കാറാം എന്ന് പറയുന്ന പേരുള്ളൊരു പോലീസുകാരനും ചേർന്ന് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ സെഷൻസ് കോടതി ഇവർ കുറ്റക്കാരല്ല എന്നും പറഞ്ഞ് ഇവരെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. പിന്നീട് ബോംബെ ഹൈക്കോർട്ടിലെത്തിയപ്പോൾ ബോംബെ ഹൈക്കോർട്ട് ഇവരെ കുറ്റക്കാരാണെന്നും പറഞ്ഞ് ഇവരെ ശിക്ഷിച്ചു. പിന്നീട് ഈ പ്രതികൾ സുപ്രീം കോടതിനെ സമീപിക്കുകയാണ് ഉണ്ടായത്. അന്നേരം സുപ്രീം കോടതി ഇവർ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് ഇവരെ കുറ്റവിമുക്തരാക്കി. ഇവിടെ 2 ഇഷ്യൂസാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, മധുരയുടെ സമ്മതത്തോടു കൂടിയായിരുന്നു അവിടെ ആ ഒരു സംഭവം നടന്നിരുന്നതെന്നായിരുന്നു. 2, വേറെ ബോഡിലി ഇഞ്ചുറി അല്ലെങ്കിൽ ശാരീരിക പരിക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് സമ്മതത്തോടു കൂടെയുള്ള ഒരു സംഭവമായിരുന്നില്ലേ എന്നതായിരുന്നു ചോദ്യം. അങ്ങനെ വേറെ ബോഡിലി ഇഞ്ചുറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നടന്നത് മധുരയുടെ സമ്മതത്തോടു കൂടിയാണെന്നാണ് സുപ്രീം കോടതി വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ആ 2 പ്രതികളെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. ഈ ഒരു സുപ്രീം കോടതി ഡിസിഷൻ്റെ പേരിൽ പല ഡിസ്പ്യൂട്ട്സും അറേസ് ചെയ്തു. അതിന് ശേഷമാണ് സെക്ഷൻ 120 ഓഫ് BSA വന്നത്. ഇതിൽ പറയുന്നുണ്ട് ചില പ്രത്യേക റേപ്പ് കേസിൽ, അതായത് ചില പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ ചെയ്ത റേപ്പ് കേസ്, അതായത് പോലീസ് പോലെയുള്ള ആളുകൾ ചെയ്ത റേപ്പ് കേസിൽ
ആ ഒരു വിക്ടിം കോടതിയുടെ മുന്നിൽ വന്ന് താൻ കൺസെൻറ്റ് കൊടുത്തിട്ടില്ല എന്ന് മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ കോടതി ആ വിക്ടിം കൺസെൻറ്റ് കൊടുത്തിട്ടില്ല എന്ന് തന്നെ പ്രിസ്യൂം ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന് മുന്നേ, അതായത് നേരത്തെ ലോ പ്രകാരം അവിടെ വിക്ടിമായിരുന്നു താൻ കൺസെൻറ്റ് കൊടുത്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് അവിടെ കൺസെൻറ്റ് കൊടുത്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ആ വിക്ടിമിനടുത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ബേർഡൻ ഓഫ് പ്രൂഫ്, അതായത് കൺസെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കേണ്ട ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ആ പറയുന്ന അക്യൂസിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. താങ്ക് യു.